അത് നീ നിന്റെ തടിക്ക് കൊടുക്കുന്ന എല്ലാ ഉപകാരവും അറ്റ് ലാസ്റ്റ് ആ തടിക്ക് തന്നെ കേടാണ്. ആ തടിക്ക് അത് കേടാണ്. മനസ്സിലായില്ല? മുഹമ്മദ് മുസ്തഫാനെ തേക്കത്തെ നീ സ്നേഹിക്കാതെ നീ നിന്നെ സ്നേഹിച്ചാൽ നീ നിന്നെ സ്നേഹിക്കില്ല, നീ നിന്നെ ഉപദ്രവിക്കുക ചെയ്യുന്നത്. കരണ്ടില്ലേ? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നീ നിന്നെ മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കാതെ നീ നിന്നെ സ്നേഹിച്ചാൽ എന്താ സംഭവിക്കുക? നിനക്ക് നീ തന്നെ കേടായി മാറും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون اصلوها اليوم بما كنتم تكفرون. ചാടിക്കോളൂ നാശത്തിലേക്ക് എന്ന് പറയപ്പെടും. എന്തേ? മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കാൻ. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. എനിക്ക് വഴിപ്പെട്ടവർ സ്വർഗ്ഗത്തിലെത്തും, എനിക്ക് വഴിപ്പെടാത്തവർ നരകത്തിലേക്ക് പോകും. അതെന്താ അങ്ങനെ? ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കാണ് ഞാൻ പ്രശംസനീയൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ തടി, നമുക്ക് ആ തടിയെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ട റസൂലുള്ളാഹിനെയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് തടിയും തൂക്കവും അവന്റെ ജിമ്മിന് പോകലും ഓള് ശ്രദ്ധിക്കല്ല വേണ്ടത്. ആദ്യം സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടാണ് നിങ്ങൾ നടക്കാൻ ഇറങ്ങിക്കൂടി എന്ന് പറയേണ്ടത്. എന്തുകൊണ്ട്? അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവന്റെ ഹയാത്തുഹു സർമദിയ, അവന്റെ ശാശ്വതമായ വിജയത്തെ സ്നേഹിക്കണം. അവന്റെ ശാശ്വതമായ വിജയം മുഹമ്മദ് മുസ്തഫാക്ക് വഴിപ്പെട്ടത് കൊണ്ട് മാത്രമായിരിക്കും. എല്ലാം അങ്ങനെയാണ്. അതെന്താണ് ഇങ്ങനെ ഒരു ഏകാധിപത്യം? അത് ഏകാധിപത്യമല്ലല്ലോ. പരീക്ഷ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഒരാൾ വഴിപ്പെടാതെ അയാൾ എങ്ങനെ പരീക്ഷ എഴുതുക? അയാളെ തീരുമാനങ്ങൾ അയാൾ ഒപ്പിട്ടതാണ് ഈ പരീക്ഷ. അയാൾ ഒപ്പിട്ടില്ലെങ്കിൽ അത് പരീക്ഷയല്ല. അപ്പൊ അതിനൊരാൾ തയ്യാറായിട്ടില്ല, പരീക്ഷ ഹാളിലെ ചെയർമാനെ ഒരാൾ വഴിപ്പെടാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവനാ പരീക്ഷ ഇല്ല, ആ പരീക്ഷയിൽ അവൻ വിജയിക്കൂല. ഇവ പ്രപഞ്ചമാകുന്ന മൊത്തം പ്രപഞ്ചത്തിന്റെയും പരീക്ഷ കൺട്രോൾ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് അതാണ് മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. ഇനി അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ, അള്ളാഹുവിന്റെ റസൂല് നിന്റെ മഹത്വം നിന്റെ ഉള്ളിൽ പ്രവേശിക്കലാണ്. പിന്നെ അതിനാൽ ഉണ്ടായതൊക്കെ ഉണ്ടാവും. സുഗന്ധം പ്രവഹിക്കുന്നതിന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും സുഗന്ധം പുറത്തു വരാനുള്ള സുഗന്ധവാസന പുറത്തു വരണം. അതിനെന്താ നീ ചെയ്യേണ്ടത്? സുഗന്ധവാസന പുറത്തു വരണം എന്ന് പറഞ്ഞിട്ട് എന്താ നീ ചെയ്യേണ്ടത്? സുഗന്ധം പൂശിയാൽ മതി, വാസന ഉണ്ടാക്കണ്ട. സുഗന്ധം പൂശിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? വാസന വരും. എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദിയത്ത് നിന്റെ ഉള്ളിൽ പ്രവേശിക്കണം. فأول واجب على الآباء أن يعلموا أولادهم أن نبينا محمد. മാതാപിതാക്കളുടെ ആദ്യത്തെ ബാധ്യത കുട്ടികൾക്ക് മുഹമ്മദ് നബിയെ പഠിപ്പിക്കലാണ് എന്നാണ്. അള്ളാഹിനെ പഠിപ്പിക്കലും അല്ല, മുഹമ്മദ് നബിയെ പഠിപ്പിക്കലാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അപ്പുറത്തൊരു മുഹമ്മദ് നബി ഇല്ല. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലാണ്. അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ. അപ്പൊ അവര് വാജിബിന് അലൽ ആബായി, ഉമ്മാനി ബാപ്പാനി ആദ്യത്തെ കടമതാണ്. ഒരു പഠിപ്പിക്കലാണ്. ബാപ്പാനും ബാപ്പയും ഉമ്മയും ആരെ പഠിപ്പിക്കണം? റസൂലുള്ളാഹിനെ പഠിപ്പിക്കൽ ആദ്യത്തെ ബാധ്യതയാണ് എന്നാണ്.
അപ്പൊ ഈ കുട്ടിയുടെ ഹാർഡ് ഡിസ്കിൽ ആദ്യം കയറിയത് ആരാണ്? അപ്പ ആ സാധനത്തിന് ഒഴിവാക്കാം, അപ്പൊ അവിടെ ഒഴിവാക്കാൻ കഴിയില്ല. നല്ല ഉഷാറിലിരുന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങോട്ട് കയറിയിരിക്ക്, സാധിക്കേ ഇങ്ങോട്ട് കയറിയിരിക്ക്. അത് വരില്ല, നേരിട്ട് പ്രശ്നം വരില്ലല്ലോ. ഇതൊക്കെ വലിയ മനസ്സിലാണെങ്കിൽ അവർക്കൊന്നും ചെത്തിയിട്ടില്ല. അതൊക്കെ അന്തോസുകളാണ്. മാറി പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഉമ്മാടെ ബാപ്പാടെ ആദ്യത്തെ ബാധ്യത കുട്ടിയുടെ കൽബിലേക്ക് ആരെ കയറ്റണം? പഠിപ്പിക്കണം എന്നാണ്. അപ്പൊ കുട്ടി പഠിപ്പിക്കണം. എന്താ ഈ പഠിപ്പിക്കണം? എന്താ അത് പറയും? എന്താ ഈ പഠിപ്പിക്കല്? രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. അവ്വല് വാജിബാണ്. അപ്പൊ കുട്ടിയുടെ കൽബിലേക്ക് ബാപ്പ ഉമ്മയിൽ നിന്ന് ആദ്യം എന്ത് കയറണം? മുഹമ്മദ് എന്ന് കയറണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കുട്ടിയുടെ ഹാർഡ് ഡിസ്കിലേക്ക് ആദ്യം അതാനി ഹവാഹ ഖബല അൻ അഅരിഫൽ ഹവാ ഫസദഫ ഖൽബി ഖാലിയൻ ഫതമക്കന. ലൈലയോടുള്ള പ്രേമമാണ് ആദ്യം എൻ്റെ ഹൃദയത്തിൽ കയറിയത്. പിന്നെ ഞാൻ പലരെയും പ്രേമിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ലൈലനെ ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആദ്യം കയറിയത് ലൈലയാണ്. ശരി, തിരിച്ചു വരി. അവ്വലു വാജിബിൻ അലൽ ആബാ. അപ്പോ കുട്ടിയുടെ അതാനി ഹവാഹ ഖബല അൻ അഅരിഫൽ ഹവാ, പ്രേമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം പ്രേമിക്കപ്പെടേണ്ട ആളായി കയറിയത് ലൈലയാണ്. ഫസദഫ ഖൽബി, എൻ്റെ ഹൃദയത്തിന് അങ്ങോട്ട് മതിച്ചു കഴിഞ്ഞു. ഫതബക്കന, അതവിടെ സ്ഥിരപ്രതിഷ്ഠ നേടിയടിയിരുന്നു. ഇനി ഒരിക്കലും ലൈലയോട് ഇറങ്ങിപ്പോവില്ല. പിന്നെ പല പെണ്ണുങ്ങളും വരും, ഓലൊക്കെ പോവും, ലൈല പോവില്ല. കാരണം ആദ്യത്തെ പ്രേമഭാചനം ലൈലയാണ്. തിരിച്ചു വരി. ഉമ്മാക്കും ബാപ്പാക്കും ഫഅവ്വലു വാജിബിൻ അലൽ ആബാഇ, മാതാപിതാക്കളുടെ ആദ്യത്തെ കടമ അയ്യുഅല്ലിമു ഔലാദഹും അന്ന നബിയന മുഹമ്മദ്, അവരെ ആദ്യത്തെ ബാധ്യത അവരെ നബിയെ പഠിപ്പിക്കുക എന്നതാണ്. അതാനി ഹവാഹ ഖബല അൻ അഅരിഫൽ ഹവാ ഫസദഫ ഖൽബി ഖാലിയൻ ഫതമക്കന. അപ്പോൾ മുഹമ്മദ് എന്ന ആൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും എവിടെ കയറി? കൽബിൽ കയറി. അത് സ്ഥിരപ്രതിഷ്ഠ നേടി. ഇനി പോവില്ല. നല്ല ഉഷാറിലിരിക്കണില്ല. ഉഷാറിലിരുന്നാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോ ആദ്യം നബി കയറിയാൽ പിന്നെ ഇറങ്ങൂല. ഈമാനിക വീടുകളിലൊക്കെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഇത് നടന്നു. അവർക്ക് ലിബറലിസം അവരെ ബാധിച്ചില്ല. അവർ തമ്മാടിക്കൂട്ടങ്ങളായ പോർച്ചുഗീസുകാർ വന്നിട്ട് അവരെ ഭേദ്യം ചെയ്തപ്പോഴും അവരെ പീസാക്കിയപ്പോഴും അവരെതിരായില്ല. എന്തുകൊണ്ട്? അതാനി ഹവാഹ ഖബല അൻ അഅരിഫൽ ഹവാ ഫസദഫ ഖൽബി ഖാലിയൻ ഫതമക്കന. മനസ്സിലായില്ല? അവിടെ ഉണ്ടല്ലേ? അതെ, എത്രാമത്തെ പേജിൽ? അതെ 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 അതെ, 10ാമത്തെ പേജിലെ 3ാമത്തെ പേര്. ثاني هواه قبل أن نعرف الهوى سليت بنيران اشتياقي يا أحمدا. അതാനി ഹവാഹു, ആ നബിയോടുള്ള പ്രേമം എനിക്ക് വന്നെത്തി. അനഅരിഫൽ ഹവാ, പ്രേമം ഞാൻ അറിയുന്നതിന് മുമ്പേ ഞാൻ നബിയെ പ്രേമിച്ചു. സുലീത്ത് ബിനീറാൻ ഇഷ്തിയാഖി യാ അഹ്മദ, ആ പ്രേമം കാരണം ആ പ്രേമത്തിന്റെ ഞെരിപ്പോടിൽ ഞാൻ ഞെരിഞ്ഞുകൊണ്ടേയിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കെന്നും നബിയെ പ്രേമിക്കാതെ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ പ്രേമം ആദ്യം അറിഞ്ഞത് നബിയിലൂടെയാണ്. മനസ്സിലായില്ലേ? പറഞ്ഞ അത് എനിക്ക് മറക്കാൻ കഴിയില്ല. ഇതായിരുന്നു ഇവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങളായി മുസ്ലിം വീടുകളിൽ മക്കൾക്ക് ലഭിച്ചത്. ആ കാലഘട്ടത്തിലെ പരിഷ്കാരങ്ങൾ അവരെ തേടി വന്നിട്ടും ആ പരിഷ്കാരങ്ങളെ അവര്
നിരാകരിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. എന്തുകൊണ്ട്? അവർക്ക് ഹവ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായില്ലേ, ഹവൽ മുഹമ്മദിയെയാണ് ഖൽബിൽ കയറിയത്.